ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആളുകൾ ഓടുന്നു, ബസ്സുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ആകെ ഒരു ബഹളം. അതിനിടയിൽ പ്രായമായ ഒരമ്മ, ഏതാണ്ടൊരു 80 വയസ്സ് കാണും. അവരുടെ തുണിസഞ്ചിയും പിടിച്ച് ഒരു മൂലയിലിരുന്ന് നിർത്താതെ കരയുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണുണ്ട്. നിങ്ങൾ എന്തു ചെയ്യും? അവരെ സഹായിക്കാൻ അടുത്തു ചെല്ലുമോ? അതോ ഫോണെടുത്ത് ആ ദൃശ്യം റെക്കോർഡ് ചെയ്യുമോ? ഈയൊരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിന്നത്തെ വിഷയത്തിലേക്ക് വരാം. മധ്യപ്രദേശിലെ മൻസൗറിൽ നിന്ന് കുറച്ചുകാലം മുൻപ് വന്നൊരു വൈറൽ വീഡിയോ ആണ് നമ്മുടെ മുന്നിലുള്ള സോഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ അതേ ദൃശ്യം. പ്രായമായൊരമ്മ ബസ് സ്റ്റാൻഡിൽ തനിച്ചിരുന്ന് കരയുന്നു. ഈ ഒരൊറ്റ വീഡിയോ എങ്ങനെയാണ് ഒരു വലിയ സാമൂഹിക ഒരു പൊട്ടിത്തെറിക്ക് കാരണമായത്? എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതൊരു വ്യക്തിപരമായ വേദനയായി മാറിയത്? വെറും കാഴ്ചകൾക്കപ്പുറം ആ വീഡിയോയുടെ പിന്നിലെ ഒരു മനഃശാസ്ത്രവും സാമൂഹിക ചലനങ്ങളും എന്തൊക്കെയാണ്? നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ വീഡിയോയുടെ കാതലായ ആ ദൃശ്യത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രായമായ നിസ്സഹായയായ ഒരമ്മ. ചുറ്റും ആൾക്കൂട്ടമുണ്ട്, പക്ഷെ അവർ തീർത്തും ഒറ്റയ്ക്കാണ്. അവരുടെ മുഖത്തെ ആ വേദന, എന്തു ചെയ്യണമെന്നറിയാത്തൊരു പകപ്പ്, അത് കാണുന്ന ആരുടെയും ഉള്ളൊന്നു പിടയും. ആ ദൃശ്യത്തിന് എന്താണ് ഇത്ര ശക്തി? തീർച്ചയായും ആ ദൃശ്യം അത്ര ശക്തമാകുന്നത് അത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു അടിസ്ഥാനപരമായ ഭയത്തെ തൊട്ടുണർത്തുന്നതുകൊണ്ടാണ്. അതായത്, ഒറ്റപ്പെട്ടു പോവുമോ, ആരും തുണയില്ലാത്തൊരവസ്ഥ വരുമോ എന്നുള്ളൊരു ഭയം. പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. അതെ, തിരക്കുള്ള ഒരിടത്ത് ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ തനിച്ചാകുമ്പോൾ ആ ഒറ്റപ്പെടലിന്റെ ആഴം കൂടും. ആ അമ്മയുടെ സ്ഥാനത്ത് ഒരുപക്ഷേ നമ്മുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ഭാവിയിൽ നമ്മളെ തന്നെയോ ഒരു നിമിഷം സങ്കല്പിക്കുമ്പോഴാണ് ആ വീഡിയോ ഒരു വെറും കാഴ്ചയല്ലാതായി മാറുന്നത്. അതൊരു വൈകാരിക അനുഭവമായി മാറുന്നു. അതെ, അതുകൊണ്ടാണ് ആ ദൃശ്യം അത്രയധികം ആളുകളുമായി കണക്റ്റ് ആയത്. ശരിയാണ്, ആ ദൃശ്യം തന്നെ നമ്മളെ പിടിച്ചുലയ്ക്കാൻ പോകുന്നതാണ്. പക്ഷേ ഈ സംഭവം ഇത്ര വലിയ ഒരു ചർച്ചയാകാൻ കാരണം ആ ദൃശ്യം മാത്രമല്ലല്ലോ. അതിനൊപ്പം ഒരു വിവരണവും കൂടി ഉണ്ടായിരുന്നു. വീഡിയോ പകർത്തുന്നയാൾ പറയുന്ന ചില കാര്യങ്ങൾ. അതെ, അവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ആ വിവരണം ആ ദൃശ്യത്തിന് ഒരു പശ്ചാത്തലം നൽകി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ചട്ടക്കൂട് നൽകി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ആ വിവരണം ഇങ്ങനെയായിരുന്നു. ഈ സ്ത്രീ ഒരു സ്കൂൾ അധ്യാപകന്റെ അമ്മയാണ്. പേര് സുരേഷ് ശർമ്മ. ഓഹോ, പേര് വരെ പറയുന്നുണ്ട്. അതെ. മകന്റെ ഭാര്യ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിലെ വഴക്കിനെ തുടർന്നാണ് മകനിവരെ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ചു പോയത് എന്നാണ് ആരോപണം. അവർ മകളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ് എന്നും പറയുന്നു. ഇതിനിടയിൽ റെക്കോർഡ് ചെയ്യുന്നയാൾ ഒരു വാചകം കൂടി പറയുന്നുണ്ട്. അവരുടെ അവസ്ഥ നോക്കൂ, ഒരു ടീച്ചറായിട്ട് പോലും സ്വന്തം അമ്മയെ നോക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല. ആ വാചകം. അതെ, ഈ വാക്കുകൾ കൂടിയായപ്പോൾ അതൊരു കുടുംബ പ്രശ്നം എന്നതിലുപരിയായി. കൃത്യമായി പറഞ്ഞാൽ ആ അധ്യാപകൻ എന്ന ഒരൊറ്റ വാക്കിലാണ് എല്ലാം ഇരിക്കുന്നത്. മീഡിയ സ്റ്റഡീസിൽ ഇതിനെ ഫ്രെയിമിംഗ് എന്ന് പറയും. അതായത്, ഒരു സംഭവത്തെ ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരാൾ അമ്മയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിന് പകരം ഒരു അധ്യാപകൻ അമ്മയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോ ആ സംഭവത്തിന്റെ ഫ്രെയിം അങ്ങ് മാറി. ഒരു കുടുംബ പ്രശ്നം എന്ന ഫ്രെയിമിൽ നിന്ന് ഒരു സാമൂഹിക ധാർമ്മിക പതനം എന്ന വലിയ ഫ്രെയിമിലേക്ക് അത് മാറി. അപ്പോ നിങ്ങൾ പറയുന്നത് ആ വാക്ക് യാദൃച്ഛികമായി വന്നതല്ല, അതൊരു തരം ആഖ്യാന തന്ത്രമാണ് എന്നാണോ? ബോധപൂർവമാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഫലം അതുതന്നെയായിരുന്നു. കാരണം ഒരു അധ്യാപകൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചിത്രം എന്താണ്? സമൂഹത്തെ മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ടയാൾ, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തി, അങ്ങനെയൊക്കെ. അതെ, അങ്ങനെ ഒരാൾ സ്വന്തം അമ്മയോട് ക്രൂരത കാണിച്ചു എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ ദേഷ്യം ഇരട്ടിക്കും. ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന തെറ്റിനേക്കാൾ ഒരുപാട് ഗൗരവം സമൂഹം അതിന് കൽപ്പിക്കും. ആ ഒരൊറ്റ വാക്ക് ആ വീഡിയോയ്ക്ക് ഒരു വില്ലനെ നൽകി. ആളുകളുടെ രോഷം കേന്ദ്രീകരിക്കാൻ ഒരിടം നൽകി. അതെ, ആ രോഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ശരിക്കും കണ്ടതാണ്. അതൊരു പൊട്ടിത്തെറിയായിരുന്നു. ലക്ഷക്കണക്കിന് ഷെയറുകൾ, ദേഷ്യവും സങ്കടവും നിറഞ്ഞ കമന്റുകൾ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനുഷ്യർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യം എല്ലായിടത്തും ഉയർന്നു. മകനും മരുമകൾക്കുമെതിരെ കേസെടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായ ആവശ്യങ്ങളുണ്ടായി. ഇവിടെയാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്ര വൈകാരികമായി പ്രതികരിച്ചത്? ഇതിനെ കൺഫർമേഷൻ ബയസ് എന്നൊരാശയവുമായി ചേർത്ത് വായിക്കാം.
അതായത് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ശരിവെക്കുന്ന വിവരങ്ങൾ കാണുമ്പോൾ അത് പെട്ടെന്ന് സ്വീകരിക്കും. അതെ, അതെങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രസക്തമാകുന്നത്? നമ്മുടെ സമൂഹത്തിൽ പൊതുവായി ഒരു ധാരണയുണ്ട്. പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയോട് സ്നേഹമില്ല. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായ മാതാപിതാക്കൾ വീടുകളിൽ അവഗണിക്കപ്പെടുന്നു. ശരിയാണ്, അങ്ങനെ ഒരു സംസാരം എപ്പോഴുമുണ്ട്. അതെ, ഇത് പൂർണ്ണമായും ശരിയോ തെറ്റോ ആകട്ടെ, ഇങ്ങനെ ഒരു ആശങ്ക സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ആശങ്കകളെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പോൾ ആളുകൾ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് തന്നെയാണല്ലോ ശരി എന്ന് ഉറപ്പിക്കുകയായിരുന്നു. അതെ, ആ വീഡിയോ അവരുടെ ഉള്ളിലുള്ള ഭയത്തെയും ആശങ്കയെയും ശരിവച്ചു. അതുകൊണ്ട് തന്നെ അതിലെ വിവരങ്ങൾ സത്യമാണോന്ന് പരിശോധിക്കാൻ അധികം ആരും മെനക്കെട്ടില്ല. അത് സത്യമായിരിക്കണം എന്നവർ ആഗ്രഹിച്ചു. കാരണം അതവരുടെ നിലവിലുള്ള വിശ്വാസ വ്യവസ്ഥയ്ക്ക് യോജിച്ചതായിരുന്നു. ഈ ഒരു കൺഫർമേഷൻ ബയസ് ആണ് ഇത്തരം വീഡിയോകൾ അതിവേഗം വൈറലാകുന്നതിന്റെ ഒരു പ്രധാന കാരണം. അത് നമ്മുടെ ചിന്തയുടെ ഒരു എളുപ്പവഴിയാണ്. പക്ഷേ എനിക്കിവിടെ ഒരു സംശയമുണ്ട്. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊരു തരം മാനസിക പ്രതിഭാസം മാത്രമാണെന്ന് തോന്നും. പക്ഷേ ആ അമ്മയുടെ വേദന യഥാർത്ഥമല്ലേ? ഒരുപക്ഷേ ഈ സാമൂഹിക സമ്മർദ്ദമില്ലായിരുന്നെങ്കിൽ അവർക്കൊരു സഹായവും കിട്ടില്ലായിരുന്നില്ലേ? ചിലപ്പോൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ വിചാരണകൾ ആവശ്യമല്ലേ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇതിനെയാണ് ഡിജിറ്റൽ വിജിലന്റിസം എന്ന് പറയുന്നത്. അതായത് നിയമവ്യവസ്ഥയെ കാത്തുനിൽക്കാതെ ജനക്കൂട്ടം ഡിജിറ്റൽ ലോകത്ത് സ്വയം നീതി നടപ്പാക്കുന്ന രീതി. ശരി. ഇതിന് നല്ല വശങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാത്ത പല വിഷയങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇതിന് സാധിക്കും. ഒരുപക്ഷെ ആ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ആ അമ്മയുടെ അവസ്ഥ ആരും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? പ്രശ്നം അതിന്റെ മറുവശമാണ്. ഈ ഡിജിറ്റൽ ജനക്കൂട്ടം പലപ്പോഴും വികാരങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്, വസ്തുതകൾക്കല്ല. നമ്മുടെ കയ്യിലുള്ളത് സ്ഥിരീകരിക്കാത്ത ഒരാൾ പറയുന്ന ഒരു കഥ മാത്രമാണ്. സുരേഷ് ശർമ്മ എന്നൊരാൾ യഥാർത്ഥത്തിലുണ്ടോ? ഇനിയുണ്ടെങ്കിൽ തന്നെ കഥയുടെ മറുവശം എന്താണ്? ആ അമ്മയെ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ചതാണോ അതോ അവർ സ്വയം ഇറങ്ങിപ്പോയതാണോ? കുടുംബത്തിനകത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതെ, ഇതൊന്നും അറിയാതെ നമ്മൾ ഒരാളെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് ഒരു വശത്ത് നീതിക്കു വേണ്ടിയുള്ളൊരു മുറവിളി, മറുവശത്ത് ഒരുപക്ഷെ നിരപരാധിയായ ഒരാൾ വേട്ടയാടപ്പെടാനുള്ള സാധ്യത. അതെ, ഈ സ്ഥിരീകരിക്കാത്ത വീഡിയോ ഒരു തീപ്പൊരി പോലെയാണ്. നമ്മുടെയെല്ലാം ഉള്ളിലുള്ള ആശങ്കകളും ദേഷ്യവും പെട്രോൾ പോലെയും. ആ അധ്യാപകൻ എന്ന വാക്ക് അതിലേക്കൊഴിച്ച എണ്ണയും. അതെ, എല്ലാം കൂടി ആളിക്കെത്താൻ അധികം സമയം വേണ്ട. ഈ ഡിജിറ്റൽ ആൾക്കൂട്ടത്തിന് ഒരാളെ രക്ഷിക്കാനും സാധിക്കും. അതേസമയം ഒരാളുടെ ജീവിതം ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ തകർക്കാനും സാധിക്കും. അവിടെയാണ് അതിന്റെ അപകടം. അപ്പോ നമ്മൾ വീണ്ടും ആ ഒരു അടിസ്ഥാനപരമായ ചോദ്യത്തിലേക്ക് വരുന്നു. ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? വൈകാരികമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയില്ല, കാരണം നമ്മൾ മനുഷ്യരാണ്. എന്നാൽ ആ വികാരത്തിന്റെ പുറത്ത് എടുത്തു ചാടുന്നത് അപകടവുമാണ്. ഇതിനിടയിൽ ഒരു ശരിയായ വഴിയില്ലേ? ഒരുപക്ഷെ ആദ്യപടി നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക എന്നതാണ്. ഒരു വീഡിയോ കാണുമ്പോൾ എനിക്കെന്തുകൊണ്ടാണ് ഇത്രയധികം ദേഷ്യം വരുന്നതെന്ന് സ്വയം ചോദിക്കുക. അതാ വീഡിയോയിലെ ദൃശ്യം കൊണ്ട് മാത്രമാണോ അതോ എന്റെ ഉള്ളിൽ നേരത്തെയുള്ള ഏതെങ്കിലും ചിന്തകളെ അത് ബലപ്പെടുത്തുന്നതുകൊണ്ടാണോ? രണ്ടാമത്തേതാണ് ഉത്തരമെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അവിടെ നമ്മുടെ വിവേചന ബുദ്ധിക്ക് മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. വിവരങ്ങളെ വൈകാരികമായി സമീപിക്കുന്നതിനപ്പുറം കുറച്ചുകൂടി വിമർശനാത്മകമായി സമീപിക്കാൻ ശ്രമിക്കണം എന്നാണോ? അതെ, സഹാനുഭൂതി വളരെ പ്രധാനമാണ്. ആ അമ്മയുടെ വേദന നമ്മൾ കാണണം. പക്ഷേ ആ സഹാനുഭൂതിയുടെ പേരിൽ കഥയുടെ ഒരു വശം മാത്രം കേട്ട് ഒരാളെ ക്രൂശിക്കാൻ നമുക്ക് അവകാശമില്ല. ഷെയർ ബട്ടൺ അമർത്തുന്നതിനു മുൻപ് ഒരു നിമിഷം ആലോചിക്കുക, ഈ കഥയുടെ മുഴുവൻ വശവും എനിക്കറിയാമോ എന്ന്. സ്വയം ചോദിക്കുന്നത് ഒരു നല്ല തുടക്കമായിരിക്കും. അതെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഈ വീഡിയോ ഉണ്ടാക്കിയ സാമൂഹിക ചലനങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് ആ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ ഒന്നുകൂടി തിരികെ പോവാം. ആ വീഡിയോ പകർത്തുന്നയാൾ മാത്രമല്ലല്ലോ അവിടെ ഉണ്ടായിരുന്നത്, വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു. അതെ, അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്നൊരു ഭാഗം. ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം, ആളുകൾ ചുറ്റും നടന്നു പോകുന്നുണ്ട്. ആരും ആ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നതായി കാണുന്നില്ല. ഇതിനെ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയും. ഒരു അപകടം നടക്കുമ്പോൾ ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിൽ ഓരോരുത്തരും വിചാരിക്കും
മറ്റാരെങ്കിലും സഹായിക്കുമെന്ന്. അവസാനം ആര് സഹായിക്കാത്തൊരവസ്ഥ വരും? അതെ. ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരുപക്ഷേ ഇന്നത്തെ കാലത്ത് റെക്കോർഡ് ചെയ്യുന്നത് ഒരുതരം സഹായമായി ആളുകൾ കാണുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതിലൂടെ ആ വിഷയം ലോകം മുഴുവൻ അറിയും, അവർക്ക് സഹായം കിട്ടുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അതൊരു തരം ഡിജിറ്റൽ സഹായമാണ്. പക്ഷേ ആ നിമിഷം ആ അമ്മയ്ക്ക് ആവശ്യം അതായിരുന്നോ? ഒരുപക്ഷെ അവർക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമോ സംസാരിക്കാൻ ഒരാളെയോ? അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ളൊരു വാക്കോ ആയിരുന്നിരിക്കാം. ക്യാമറ ഓൺ ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനും ഇടയിലുള്ള സമയത്ത് ആ മനുഷ്യന് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരുപാട് ചെറിയ കാര്യങ്ങളുണ്ട്. ശരിയാണ്. ആ ഡിജിറ്റൽ സഹായവും യഥാർത്ഥ സഹായവും തമ്മിലുള്ളൊരു അകലം എവിടെയുണ്ട്? അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്നു ചേർത്ത് വെച്ചാൽ മൻസൂറിലെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള വീഡിയോ ഒരു കണ്ണാടി പോലെയാണ്. അത് നമ്മുടെ സമൂഹത്തിന്റെ പല മുഖങ്ങൾ ഒരുമിച്ച് കാണിച്ചു തന്നു. വാർദ്ധക്യത്തോടുള്ള നമ്മുടെ ഭയം, കുടുംബബന്ധങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ, പെട്ടെന്ന് പ്രതികരിക്കുന്ന നമ്മുടെ സ്വഭാവം. അതെ, ഡിജിറ്റൽ ലോകത്ത് നീതി നടപ്പാക്കാനുള്ള നമ്മുടെ വ്യഗ്രത, അതേസമയം കൺമണ്ണിലൊരു വേദന കാണുമ്പോൾ സഹായിക്കാൻ മടിക്കുന്ന നമ്മുടെ നിസ്സംഗത, എല്ലാം ആ ഒരൊറ്റ സംഭവത്തിൽ പ്രതിഫലിച്ചു. അതെ, ഇതൊരു ലളിതമായ നല്ലവനും ചീത്തയും കഥയല്ല. മകനും മരുമകളും വില്ലന്മാരും വീഡിയോ എടുത്തയാൾ ഹീറോയും എന്ന രീതിയിൽ ഇതിനെ കാണാൻ സാധിക്കില്ല. അതിനേക്കാൾ സങ്കീർണമാണ് കാര്യങ്ങൾ. ഇതിൽ ശരിതെറ്റുകളുടെ പല അടരുകളുണ്ട്. തീർച്ചയായും. നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിൽ തന്നെ അവസാനിപ്പിക്കാം. ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ നമ്മുടെ പങ്ക്. തീർച്ചയായും. ഈ ചർച്ച കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഒരു ചിന്ത പങ്കുവയ്ക്കാം. അടുത്ത തവണ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡിൽ ഇതുപോലൊരു വൈകാരികമായ വീഡിയോ വരുമ്പോൾ, അതിലൊരു ഇരയും ഒരു വില്ലനുമുള്ള ഒരു കഥയുണ്ടാകുമ്പോൾ, ഒരു നിമിഷം നിൽക്കുക. ഷെയർ ചെയ്യാനും ദേഷ്യം പ്രകടിപ്പിക്കാനും എളുപ്പമാണ്. എന്നാൽ അതിനപ്പുറം ഈ കഥയുടെ ഏത് ഭാഗമാണ് ഞാൻ കാണാത്തത് എന്ന് സ്വയം ചോദിക്കാൻ ശ്രമിക്കുക. ആവേശം കാണിക്കുന്ന ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകുന്നതിനും വിവേകത്തോടെ ചിന്തിക്കുന്നൊരു വ്യക്തിയാകുന്നതിനും ഇടയുള്ള ആ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷേ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നവർ മാത്രമല്ല, വീഡിയോ കണ്ട നമ്മൾ ഓരോരുത്തരും ഒരു തരത്തിൽ കാഴ്ചക്കാർ തന്നെയാണ്. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെ.